കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് വൈകാരികമായ ചില കാഴ്ചകൾ കണ്ടു. സ്വന്തം മകളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ ഒരച്ഛനെയും അമ്മയെയും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ചില നാടകീയമായ രംഗങ്ങൾ കണ്ടത്. പ്രതി സന്ദീപിനുള്ള ശിക്ഷ എന്തെന്നറിയാൻ ഇനി 2 ദിവസത്തെ കൂടി കാത്തിരിപ്പ്. ശനിയാഴ്ചയാണ് വന്ദനാദാസ് കൊലക്കേസിൽ കോടതി ശിക്ഷ വിധിക്കുക. പ്രതി ചെയ്ത കുറ്റം അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതി സന്ദീപ് കോടതിയോട് ആവശ്യപ്പെട്ടു. വധശിക്ഷ നൽകരുതെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. വാദത്തിനിടെ വന്ദന നേരിട്ട ആക്രമണങ്ങൾ പറയവേ കോടതിക്കുള്ളിൽ വന്ദനയുടെ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞത് മറ്റുള്ളവരുടെ, അതായത് കോടതിയിൽ ഉണ്ടായിരുന്നവരുടെ കണ്ണുകളിലും ഈറനണിയിച്ചു. പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 84-ാം വകുപ്പിന്റെ പ്രൊട്ടക്ഷൻ ലഭ്യമാകാൻ സാധിക്കുകയില്ല എന്നും പ്രതി സ്വബോധത്തോടു കൂടിയാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നും കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാനസികനിലയെക്കുറിച്ചുള്ള ഒരു വാദങ്ങളും ഈ കേസിനകത്ത് ഇനി വിലപ്പോവുകയില്ല എന്നുള്ളത് നിയമത്തിൻ്റെ അകത്തുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസാനിറ്റി ഉണ്ട് എന്നുള്ള സംഗതികൾ കോടതി ഇനി പരിഗണനയിൽ എടുക്കുകയില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അതീവ ഗുരുതരമായ പരിക്കേൽപ്പിക്കലിനുള്ള 326 തെളിഞ്ഞു കഴിഞ്ഞു. 324, 323 എന്ന വകുപ്പുകൾ പ്രകാരമുള്ള പരിക്കേൽപ്പിക്കൽ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞു. റോങ്ഫുൾ റിസ്റ്റൈൻമെന്റ് തടസ്സപ്പെടുത്തിയെന്നുള്ള 341-ാം വകുപ്പ് തെളിഞ്ഞു കഴിഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കിയെന്നുള്ള 333, 332 വകുപ്പുകൾ തെളിഞ്ഞു കഴിഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ വയലൻസ് കമ്മിറ്റ് ചെയ്തതിനുള്ള സെക്ഷൻ 3, 4 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം അതും തെളിഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിക്കൊണ്ട് വന്ന ഫയൽ ഹാജരാക്കിയ കുറ്റപത്രത്തിലെ ഏകദേശം പരിപൂർണമായിട്ടുള്ള വകുപ്പുകൾ 1, 2 വകുപ്പുകൾ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ കോടതിക്ക് മുമ്പാകെ 1, 2 വകുപ്പുകൾ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മൈനർ വകുപ്പുകളാണ്. ബാക്കിയുള്ള എല്ലാ വകുപ്പുകളും പരിപൂർണമായി തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ വൈകാരികമായ ചില കാഴ്ചകൾക്കാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. മകളെ ഓർത്ത് പൊട്ടിക്കരയുന്ന, ആ ഓർമ്മകളുമായി ജീവിക്കുന്ന ഒരു അച്ഛനെയും അമ്മയെയും കണ്ടു. എന്താണ് കാരണം, ഇന്ന് ഈ കേസിൽ ശിക്ഷ വിധിക്കുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാകുന്നു. ശിക്ഷാവിധി ശനിയാഴ്ച ഉണ്ടാകും. അപൂർവങ്ങളിൽ അപൂർവമായി കേസായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. എന്താണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ? പരമാവധി ശിക്ഷ നൽകുമെന്നൊരു പ്രതീക്ഷ പ്രോസിക്യൂഷനുണ്ടോ? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ്. പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും. ഈ കേസിൽ നിലവിൽ 17-ാം തീയതിയിലായിരുന്നു ഈ കേസിൽ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടത്. തുടർന്ന് 19-ന് ഇതിൻ്റെ ശിക്ഷ വിധിക്കായി മാറ്റുകയായിരുന്നു. അതായത് ഇന്നേ ദിവസം ഇന്ന് കോടതിയിൽ വാദിയും പ്രതിയുമെല്ലാം ഹാജരായിരുന്നു. സന്ദീപിനെ കോടതി ഹാജരാക്കി. പ്രതി സന്ദീപിനോട് കോടതി ചോദിച്ചു എന്താണ് പറയാനുള്ളത് എന്ന്. സന്ദീപ് കോടതിയോട് പറഞ്ഞത് താൻ ഏത് പ്രായശ്ചിത്തം ചെയ്യാനും ഒരുക്കമാണ് എന്നതാണ്. തനിക്ക് അമ്മയെ കാണാൻ അനുവദിക്കണം എന്നതടക്കം ചില കാര്യങ്ങൾ കോടതിയോട് പറയുകയുണ്ടായി. പ്രോസിക്യൂഷൻ ഈ കേസിൽ കടുത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതായത് കൊല്ലപ്പെട്ടത് ആരാണ് എന്നുള്ളത് കോടതി നിരീക്ഷിക്കണം. അതുപോലെ തന്നെ യുവ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തി സാഹചര്യം ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് നിരീക്ഷിച്ച് തക്കതായ ശിക്ഷ തന്നെയാണ് പ്രതിക്ക് നൽകേണ്ടത് എന്നതടക്കമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഈ പ്രതിഭാഗം വക്കീൽ പറഞ്ഞു അധ്യാപകൻ എന്നുള്ള പരിഗണന നൽകണം, ശിക്ഷയിൽ ഇളവ് നൽകണം എന്നടക്കം പ്രതിഭാഗം വക്കീലും കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ് ഗുരുക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായിരിക്കുന്നു. ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. കൃത്യമായി ഇതിൽ ഒരു നടപടിയാണ് വേണ്ടത് എന്നടക്കമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഈ കേസിൽ കൃത്യമായി ഇവരുടെ പ്രതിവാദങ്ങളെല്ലാം തന്നെ കേട്ട കോടതി 21-ന് ശനിയാഴ്ച ആണ് ഈ അന്തിമ വിധിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ തക്കതായ ശിക്ഷ നൽകണം പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ടോം, തീർച്ചയായും പ്രോസിക്യൂഷൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ആശുപത്രിക്കുള്ളിൽ വെച്ച്
ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കൊലപ്പെടുത്തിയത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. മാത്രമല്ല ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമടക്കം എത്രത്തോളം ഒരു പൈശാചികമായിട്ടുള്ള ക്രൂരകൃത്യമാണ് ഈ സന്ദീപ് ചെയ്തതെന്ന് വ്യക്തമാക്കുന്നതാണ്. കോടതിയിൽ ഇതൊക്കെ തെളിഞ്ഞിട്ടുമുണ്ട്. അപൂർവമായി കണക്കാക്കാവുന്ന ഒരു കേസ് കൂടിയാണിത്. കാരണം നമുക്കറിയാം, കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം. ഒരച്ഛൻ്റെയും അമ്മയുടെയും ഏകമകൾ, ഈ ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരു ഡോക്ടറായി ഈ നാടിന് സേവനം ചെയ്യേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയെയാണ് അകാലത്തിൽ തന്നെ പെൺകുട്ടിയുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റം. അതിനിടെയാണ് പ്രതി കോടതിയോട് ആവശ്യപ്പെടുന്നത് തനിക്ക് വധശിക്ഷ നൽകരുത്, പരമാവധി ചുരുങ്ങിയ ശിക്ഷ വേണം, താനൊരു അധ്യാപകനാണ്, അത് പരിഗണിക്കണമെന്ന്. പക്ഷേ ഇങ്ങനൊരു അധ്യാപകൻ, കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ട ഒരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സന്ദീപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇയാൾ പുറത്തിറങ്ങിയാലും എന്ത് സന്ദേശമാണ് സ്വാഭാവികമായും ഈ പുതിയ തലമുറയ്ക്കടക്കം നൽകുന്നതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഒരു പക്ഷേ നമ്മൾ പലരോടും ഈ കേസിന് ശേഷം, ഈ സംഭവത്തിന് ശേഷം അന്ന് കേരളത്തിലേറെ ഉളവാക്കിയ ദിവസങ്ങളോളം ഇതിൻ്റെ നടുക്കം വിട്ടു മാറിയിട്ടില്ലായിരുന്നു. ആരോട് സംസാരിക്കുമ്പോഴും അവരൊക്കെ പറയുന്ന കാര്യം ഇതായിരുന്നു: ഈ പ്രതിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പാടില്ല, മാപ്പർഹിക്കാത്ത കുറ്റമാണ്, പരമാവധി ശിക്ഷ വേണം, തൂക്കിലേറ്റണമെന്ന്. അത്തരമൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? കുടുംബവുമായി സംസാരിക്കാൻ, മാതാപിതാക്കളുമായി സംസാരിക്കാൻ വിനീഷിന് കഴിഞ്ഞിരുന്നോ? ടോം, തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കൊള്ളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്, പ്രമാദമായ കേസാണ് യുവ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ്. ആശുപത്രിക്കുള്ളിൽ വെച്ച് തന്നെ ഇത്തരം സംഭവം ആദ്യമായിട്ടാണ് ലോകത്ത് തന്നെ നടക്കുന്നത്. അത് നമ്മുടെ ഈ കേരളത്തിൽ നടന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം. അത്രയ്ക്കും വലുതാണ്. തന്നെയല്ല, യുവ ഡോക്ടറാണ്, ഹൗസ് സർജനായി ജോലി ചെയ്ത് വരവെയാണ് ഇങ്ങനെ ഈ അക്രമിയുടെ കൊലക്കത്തിക്ക് ഇരയാവേണ്ടി വന്നത്. നിലവിൽ ഈ പ്രതി എന്ന് പറയുന്ന സന്ദീപ് മുൻപും സമാനമായ രീതിയിൽ അക്രമ സ്വഭാവങ്ങളെല്ലാം കാണിക്കുന്ന ഒരാളാണ്. ഇയാൾ ലഹരിക്ക് അടിമയായ വ്യക്തിയാണ്. നിരവധി തവണ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇയാൾക്കെതിരെ ഒരുപാട് പരാതികൾ പുയ്യപ്പള്ളി സ്റ്റേഷനിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സന്ദീപിൻ്റെ ഭാര്യ പോലും സന്ദീപിനെതിരെ തന്നെ പല ആവർത്തി സ്റ്റേഷനിൽ മൊഴി നൽകുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഈ പ്രതിയെ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതും. അപ്പോൾ ഇയാളുടെ കാലിന് നല്ല മുറിവേറ്റിട്ടുണ്ടായിരുന്നു അവിടെ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഈ കാലിൻ്റെ മുറിവ് പരിശോധിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ പരിശോധനയ്ക്കായിട്ടാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ സന്ദീപിനെ അന്ന് എത്തിയത്. 2021 മെയ് മാസം നടന്ന സംഭവമാണ് അന്ന് എത്തിക്കുന്നത്. അപ്പോഴാണ് ഹൗസ് സർജനായി ജോലി ചെയ്തിരുന്ന വന്ദനദാസ് മാത്രമേ ആ ഡ്യൂട്ടിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മുറിവിൽ മരുന്നൊഴിക്കുന്ന സമയത്താണ് ഇയാൾ അക്രമാസക്തനായത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം തന്നെ ഉണ്ടാകുന്നത്. സർജിക്കൽ കത്രിക കൈക്കലാക്കിയാണ് പ്രതി കുത്തിയത്. ആദ്യം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ തലയിലാണ് കുത്തുന്നത്. തുടർന്നാണ് വന്ദനദാസിനെ ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാതെ പകച്ചു നിന്ന യുവ ഡോക്ടറായ വന്ദനദാസിന് നേരെ അക്രമം ഉണ്ടാക്കുകയും കുത്തുകയും ചെയ്തത്. നിരവധി കുത്ത് ഏൽക്കേണ്ടി വന്നു. 23-ൽ പരം കുത്താണ് ശരീരത്തിൽ ഏറ്റതെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചത്. അപ്പോൾ ഇങ്ങനെ കണ്ണില്ലാത്ത ക്രൂരത നടത്തിയ ഈ പ്രതിയെ മാതൃകാപരമായി ശിക്ഷ നൽകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇതുപോലൊരു സംഭവം വേറെ ഇനി ഉണ്ടാവാനേ പാടില്ല എന്നുള്ളതാണ്. ഇത് വലിയ എല്ലാവർക്കും ഒരു പാഠമായി തന്നെ മാറണം എന്നുള്ളതാണ്. ഇതിൽ നിന്നും നമുക്കറിയാം, ആരോഗ്യ രംഗത്ത് തന്നെ ഒരുപാട് ചർച്ചയായ ഒരു സംഭവമാണ്. യുവ ഡോക്ടർക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ ഇത്തരം സംഭവം ഉണ്ടാകുന്നു. അതായത് ജീവൻ രക്ഷിക്കാനായി എത്തിയ ഡോക്ടറുടെ ജീവൻ എടുത്ത ഒരു സംഭവമായിരുന്നു ഇത് ഉണ്ടായത്. അപ്പോൾ ഇത് അത്രത്തോളം ഗൗരവമായ ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഈ വിഷയം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അത്തരത്തിലുള്ളൊരു വിധിയാണ് ഇനി വരേണ്ടത്. കടുത്ത ശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകണം എന്നുള്ളതാണ് കേരള സമൂഹം ആവശ്യപ്പെടുന്നതും കാതോർത്തിരിക്കുന്നതും. ശനിയാഴ്ചയാണ് ഇതിൻ്റെ കേസ് അന്തിമ വിധിക്കായിട്ട് ഇന്ന് ജില്ലാ സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത്. എന്തായാലും വാദപ്രതിവാദങ്ങളെല്ലാം കേട്ട കോടതി, കൃത്യമായി ഈ സാക്ഷിമൊഴികളും എല്ലാം കേട്ട കോടതി ഡോക്ടർ വന്ദനദാസ് കൊലപാതകത്തിൽ ശിക്ഷയിന്മേൽ ഉള്ള വാദം കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട്. ശനിയാഴ്ചയാണ് കേസിൽ
കോടതി ശിക്ഷ വിധിക്കുക. എന്തായാലും ഇതൊരു കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ഇതുപോലെ ഉള്ള കൊടും കുറ്റവാളികൾക്കുള്ള താക്കീതാകണം, കടുത്ത ശിക്ഷ നൽകണം. കേരളീയ സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നതും ഈ പ്രതിക്ക്, ഈ ക്രൂരകൃത്യം ചെയ്ത സന്ദീപിന് തൂക്കുകയർ വിധിക്കണമെന്ന്.